കൈമുട്ടിലും കാൽമുട്ടിലും കാണുന്ന കറുപ്പ് നിറം അഥവാ ഡാർക്ക് കളേർഡ് ആയിട്ടുള്ള എൽബോസും നീസും കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു കണ്ടീഷനാണ്. ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഫ്രിക്ഷൻ കാരണമാണ്. അതായത് ടൈറ്റർ ആയിട്ടുള്ള ക്ലോത്ത്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരിൽ, ഡെനിം പോലത്തെ ഡ്രസ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഫ്രിക്ഷൻ ഉണ്ടാവുകയും അതുപോലെ തന്നെ നമ്മൾ കൈയൊക്കെ ടേബിളിൽ വെച്ച് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഫ്രിക്ഷൻ കാരണം ആ ഏരിയയിലുള്ള സ്കിന്നിൻ്റെ തിക്കനിങ് മൂലം അത് ആ ഏരിയാസ് തിക്കർ ആവുകയും അതുപോലെ തന്നെ ഡാർക്ക്നെസ് പോലെ നമുക്ക് കമ്പാരിറ്റീവ്ലി മറ്റ് ഏരിയാസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡാർക്കറായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. ഇതാണ് മെയിൻ റീസൺ ഓഫ് ഡാർക്കർ എൽബോസ് ആൻഡ് നീസ്. ഇത് കൂടാതെ ഹോർമോണൽ ഇംബാലൻസ് ഉള്ള ആൾക്കാരിൽ, അതായത് ഡയബറ്റിസ്, PCOD പോലുള്ള അസുഖങ്ങളുള്ള ആൾക്കാരിലും, വിറ്റമിൻ A, വിറ്റമിൻ B ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാരിലും, കൂടാതെ ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർ, അതായത് അറ്റോപിക് ഡെർമറ്റൈറ്റിസ് പോലുള്ള കണ്ടീഷൻസ് ഉള്ള ആൾക്കാരിൽ ആ ഏരിയയിലുള്ള സ്കിൻ കൂടുതൽ ഡ്രൈയും ആകുന്ന കൂടെ തന്നെ ഇച്ചിങ് അങ്ങനെ എന്തെങ്കിലും അസോസിയേറ്റഡ് ആയിട്ട് വരുവാണെങ്കിൽ ആ ഏരിയാസ് കുറച്ചുകൂടെ തിക്കറായിട്ട് അനുഭവപ്പെടാം. ഇതാണ് മെയിനായിട്ടും ഡാർക്കർ എൽബോസ് ആൻഡ് നീസ് ഉണ്ടാകുന്നതിൻ്റെ റീസൺസ്. നമുക്കിനി ഇതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. കൂടുതലായിട്ടും ഫ്രിക്ഷൻ ഉണ്ടാവാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അതല്ലാതെ ഫ്രിക്ഷൻ കൂടുതലുള്ള ഏരിയാസിൽ നമുക്കൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കൂടുതലായിട്ടും സൺ എക്സ്പോഷർ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരു നല്ല സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ SPF 30 എബവ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യാം. ഇനി വൺസ് ഇങ്ങനെ പിഗ്മെൻറ്റേഷൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മെയിൻലി ഈ സ്കിന്ന് കൂടുതലായിട്ടും തിക്കർ ആവുകയാണ് ആ ഏരിയാസിൽ. അപ്പം നമുക്ക് ആ തിക്കനിങ് കുറയ്ക്കാനായിട്ട് യൂറിയ ആൻഡ് ലാക്റ്റിക് ആസിഡ് ഉള്ള ടൈപ്പ് ഓഫ് മോയ്സ്ചറൈസേഴ്സ് അവൈലബിൾ ആണ്. അങ്ങനത്തെ ടൈപ്പ് ഓഫ് മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഡീപിഗ്മെൻറ്റിംഗ് ക്രീംസ് എന്ന് പറയും. മെയിൻലി ഗ്ലൈക്കോളിക് ആസിഡ് പോലുള്ള കണ്ടൻസ് ഉള്ള ഡീപിഗ്മെൻറ്റിംഗ് ക്രീംസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് കൂടാതെ പ്രൊസീജിയേഴ്സും അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മളിവിടെ കോമൺലി ചെയ്യുന്നത് കെമിക്കൽ പീൽസ് അതുപോലെ തന്നെ ലേസർ ട്രീറ്റ്മെൻറ്റ്സും നമുക്ക് ഈ ഡാർക്കർ എൽബോസിനും നീസിനായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും.